ഹോർലിക്സിന് പകരമായിട്ടോ അല്ലെങ്കിൽ ബദാം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ബദാം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ആ തൊലിയൊക്കെ അങ്ങ് വിട്ട് വരും. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണയൊന്നും ഒഴിക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പം തീ ഓഫാക്കി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത ശേഷം നമ്മളിപ്പം വറുത്ത് തണുത്തിട്ടുള്ള ബദാമും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കളറിനായിട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം നമ്മൾ ഹോർലിക്സ് ഒക്കെ ഇട്ട് വെക്കുന്നത് പോലെ അതിട്ട് വെക്കാം. ഇനി നമ്മളിത് എങ്ങനെ കലക്കിയെടുക്കണേ നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് പാല് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു. അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. മധുരം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമുക്കിത് തരി ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിക്കാതെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ലൈക്ക് മറക്കല്ലേ. താങ്ക് യു.